എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവുമില്ല, ഒരിക്കലും അപമാനിക്കില്ല. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളെടുത്തും ഞാൻ. പക്ഷേ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം ഞാൻ പറയാം, അവിടെ നടന്നത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു, മൊമെൻറ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി, എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട്, രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ. അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയരാജൻ്റെ കൂടെ എത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു, ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു. എൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല, വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു അപ്സെറ്റായി. പക്ഷേ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയുടെ അടുത്ത് പറഞ്ഞു, അശ്വതി ഞാൻ പൊക്കോട്ടെ, എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു, അയ്യോ സാർ മൊമെൻ്റോ സാർ സ്റ്റേജിൽ കയറിയില്ലേ, മൊമെൻ്റോ വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അയ്യോ സാരമില്ല സാർ. അപ്പോൾ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല. കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത്, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല, താഴെ ഇരിക്കുന്നത്, സ്റ്റേജിൽ തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കില്ല. അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട്, എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത്, സന്തോഷ് നാരായണനെ വിളിക്കുന്നത്, എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ. അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി നിന്ന് ഞാൻ വാങ്ങിച്ചു, ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെൻ്റോ വാങ്ങിച്ചു. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജനും കൂടെ വിളിക്കുന്നു, ആസിഫ് അലിയുടെ നിന്ന് ഇത് എൻ്റെ കയ്യിലിരിക്കുക. ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെൻ്റോ എൻ്റെ കയ്യിലിരിക്കുക. എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത്, ജയരാജി. അപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത്. അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ, ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ. അപ്പോൾ വിളിക്കുന്നു, ജയരാജി വരുന്നു. ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് ആസിഫ് അലി നോക്കുമ്പോഴേക്കും ആസിഫ് അലി കാണുന്നില്ല. അപ്പം പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ. ഇതാണ് നടന്നത്. അപ്പോൾ കരുതി കൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫ് അലി, ഇപ്പോഴത്തെ നടന്മാരിൽ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ ആസിഫ് അലിയൊക്കെ, ഫഹദ്, ആസിഫ് അലി, ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമകളിലെ ഭാവിയിൽ വരുന്ന തലമുറയിൽ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു പ്രചാരണം, താങ്കൾ അശ്വതിയോട് പരാതിപ്പെട്ടു, എന്നെ അവഗണിച്ചു പരാതിപ്പെട്ടു, അതേ തുടർന്ന് അശ്വതി ഇടപെട്ട് ആസിഫ് അലി വിളിച്ചു വരുത്തി എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തി. ഇല്ല, ഞാൻ പരാതിപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ, അതൊക്കെ വിഷമമുണ്ടായി. ബാക്കി എല്ലാവരും വിളിച്ചു, എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു, ക്രൂസിനെ വിളിച്ചു. എന്നെ ഒരു 4-5 തവണ എന്നെ വിളിച്ചിട്ടാണ്, എം ടി സാറിൻ്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ്. പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചത് മാത്രമല്ല, 96 മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാർ വിളിച്ചത്, എം ടി സാർ. അപ്പോൾ എം ടി സാറിൻ്റെ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ, 91ാമത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും. ഞാനൊരു മൊമെൻ്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്, ഒരിക്കലുമല്ല. ഒരു മിനിറ്റ്, ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം, അത്രമാത്രം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എം ടി സാറിനെ നമസ്കരിച്ച്, കാര്യം എം ടി സാർ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത്. അപ്പോൾ എം ടി സാർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്, അതിൽ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും. പക്ഷേ എനിക്കൊരു മൊമെൻ്റോ അല്ല കാര്യം, എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. വിവാദം ഉയരുന്നത്
താങ്കൾ ആസിഫ് അലിയിൽ നിന്നും ആദ്യം ഉപഹാരം വാങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫ് അലിയെ നോക്കുന്നില്ല, തിരിഞ്ഞു നിന്നിട്ടാണ് ആസിഫ് അലിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത്. അതിനൊപ്പം തന്നെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി അതിനുശേഷം അവിടുന്ന് ജയരാജനെ വിളിച്ച് ജയരാജിൽ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആസിഫ് അലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അതെനിക്ക് അറിയില്ല. അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഒരാളെയും ഞാൻ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടില്ല. അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത്. ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പം തന്നെ അങ്ങ് മറന്നു. ജയരാജൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ, ഈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ സമയത്ത് തന്നെ വിളിക്കേണ്ടതായിരുന്നു. കാരണം ബാക്കി എല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെയും വിളിച്ചപ്പോൾ എന്നെ മറന്നുപോയി, എന്തെന്നറിയത്തില്ല. അല്ലല്ല, ജയരാജ് ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയരാജ് വേദിയിൽ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ജയരാജ് വാങ്ങിച്ചപ്പോൾ തല തിരിഞ്ഞു പോയത്. അപ്പോൾ അതൊന്ന് നേരെ ആക്കിയാണ് പിടിച്ചിട്ട്. ജസ്റ്റ് ട്വിസ്റ്റായിപ്പോയി. വിഷ്വൽ ഞാൻ കണ്ടു, നമ്മുടെ ഏതോ ഒരു ചാനലിൽ കണ്ടു. ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല സത്യമായിട്ടും. ഒരാളെ പെർപ്പസ്ലി മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളത് ഇതല്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ. എൻ്റെ അപ്പോൾ ആസിഫ് ഓടി വരുന്നു. പക്ഷെ അതെനിക്ക് മൊമെൻ്റ് തരാനാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ അനൗൺസ്മെൻറ്റ് ബാക്കി പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അനൗൺസ്മെൻറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിൽ മൊമെൻ്റ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചു. അല്ലല്ലോ, അത് മുന്നേ അല്ലേ, അത് കിട്ടിയില്ല എന്നുള്ള മുന്നേ അല്ലേ സാറേ, അതിപ്പോഴല്ല. കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ അശ്വതി അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് നേരത്തെ തരേണ്ടതായിരുന്നു. ആക്ച്വലി മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരെയും, എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ വിട്ടുപോയി, അത്രയേ ഉള്ളൂ കാര്യം. അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എത്രയോ പുരസ്കാരങ്ങൾ ദൈവ സഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പക്ഷേ ഇത് എനിക്ക് MT സാറുണ്ട്, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ്. ഒരിക്കലുമില്ല. അത് അങ്ങനെ ഒരു തെറ്റ് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ്, എനിക്ക് ബോധമുണ്ട് ശരിക്കും. നത്തിങ്, ഐ ആം നത്തിങ്, ഒന്നുമല്ല. ആരാണ് വലിയവനുള്ളത് ഇവിടെ ലോകത്ത്? ഒരിക്കലും ഞാൻ അതിൽ പൂർണ്ണ വിശ്വമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. പിന്നെ ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത് ഞാൻ പറയാം. ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതില് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുക, ആസിഫിൻ്റെ അടുത്ത് സംസാരിക്കണം എനിക്ക്. തീർച്ചയായിട്ടും ക്ഷമ പറയുന്നുണ്ടെന്ന്. ആരിലും പറ്റാം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പ് ചോദിക്കും. വൈ നോട്ട്? മാപ്പ് ചോദിക്കുന്നത് കൊണ്ടെന്താ പ്രശ്നം? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഈ മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ONV സാറിൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒപ്പം ഇതിൻ്റെ ലോഗോ പ്രകാശനം എന്നാണ്, ഈ ആന്തോളജിയുടെ ലോഗോ പ്രകാശനം എന്നാണ്. സാറ് വരണം എന്നെൻ്റെ അടുത്ത് എല്ലാ രീതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയത്. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ യാത്ര
തിരിച്ചു പോകാൻ അശ്വതി യാത്ര പറയാൻ പോയി പറഞ്ഞല്ലോ. അപ്പോൾ അശ്വതിയാണ് അങ്ങോട്ട് ചോദിച്ചത് താങ്കൾ എന്തുകൊണ്ട് താങ്കൾ അവാർഡ് വാങ്ങിയില്ല? അല്ല ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്നു ഈ പടത്തിൽ. ഞാൻ പറഞ്ഞു ഞാൻ ജയരാജൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നല്ലോ. അയ്യോ സാറ് സ്റ്റേജിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ മെൻഷൻ ചെയ്തു. അശ്വതി കുറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അശ്വതിക്കും അറിയില്ല. അശ്വതി അപ്പോഴാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തിരുന്നു ജയരാജിന് ഓർമ്മയില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് അയ്യോ സാറ് ഇരിക്കൂ സാർ, സോറി ഞാനത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, വേണ്ട, കുഴപ്പമില്ല, അതൊക്കെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ആസിഫ് അലി ഓടി വരുന്നത് എനിക്ക് അവാർഡ് തരാൻ. അപ്പം അടുത്തെത്തി അവാർഡ് കയ്യിൽ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോഴാണ് പിന്നെ അയ്യോ എന്നാൽ പിന്നെ ജയരാജനും കൂടെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ പിടിക്കുന്നത്. ജയരാജും കൂടെ വിളിക്കാനിരിക്കുകയാണ്. ആ ജയരാജിനെ വിളിക്കാനിരിക്കുന്ന സമയത്താണ് ആസിഫ് അലി അവിടെ നിന്ന് ഡിസപ്പിയർ ആകുന്നത്. അത് ആസിഫും കൂടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ 3 പേരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കുമായിരുന്നു അവിടെ ഉണ്ടാവുക. അതെനിക്കെങ്ങനെ മനസ്സിലാവും? ആ സ്ഥലത്ത് ഞാൻ ആസിഫിൻ്റെ അടുത്ത് വാങ്ങിച്ചല്ലോ. ആസിഫിൻ്റെ അടുത്ത് മൊമെൻറ്റോ വാങ്ങിച്ചല്ലോ. പിന്നെന്താ വേണ്ടത്? എനിക്ക് സത്യത്തിൽ ഈ മൊമെൻറ്റോ കൊണ്ടുവരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് മൊമെൻറ്റോ കൊണ്ടാണ് ആസിഫ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തെത്തി മൊമെൻറ്റോ തരുമ്പോഴാണ് മൊമെൻറ്റോ തരുന്നു എന്ന് മനസ്സിലാവുന്നത്. ഒരു അനൗൺസ്മെൻറ്റോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റോ അവിടെ ഇല്ല. ഒരു സ്റ്റേജിലാണെങ്കിൽ, വലിയ സ്റ്റേജിലാണ്, ഞാൻ സ്റ്റേജിന് താഴെ ഉള്ളത്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ സ്റ്റേജിലല്ല, ഞാൻ താഴെ തന്നെയാണ് ഉള്ളത്, ഓഡിയൻസിൻ്റെ ഇടയ്ക്കാണുള്ളത് ഞാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും നിറച്ച ആൾക്കാരുണ്ട്, അതിൽ നിന്ന് ഒരാൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ബോധപൂർവം എന്തെന്ന് അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. പ്രത്യേകിച്ച് ഒരാളെ, ഒരു ആർട്ടിസ്റ്റിനെ, ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും എനിക്ക് മനസ്സിൽ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഐ ആം സോ സോറി. അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സോറി, ഐ ആം സോ സോറി. എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. അത്രയേ ഉള്ളൂ.